നമസ്കാരം മാന്യ പ്രേക്ഷകരെ. ആരാത്? ആരാത്? എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. ആരാത്? ആരാ? ഇതായിരുന്നു താമര, ചക്ക, പ്രസവം. ഈ കോപ്ര എല്ലാം കണ്ടപ്പോഴത്തേക്കും കേരളത്തിന്റെ ആരൊക്കെയാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്തേരായിരുന്നു? എടാ, ഇത് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു. അപ്പൊ അഖിലേട്ട ഞാൻ പ്രസവിക്കാഞ്ഞ്? ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ചുമ്മാ അല്ല, എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഉമ്മ അരി ഇടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് പ്രസവവേദന വന്ന് അപ്പുറത്ത് പോയി പ്രസവിച്ചിട്ട് ഒരു കയ്യിൽ എന്നെയും ഒരു കയ്യിൽ ഉമ്മ അരി ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 കിലോ അരി ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ അഖിലേട്ടൻ എങ്ങനെ അറിയാം? എക്സ്പീരിയൻസ് ഉണ്ട്. കൊച്ചു കള്ള പടം. ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് അയ്യോ എനിക്ക് മാരക രോഗമാണേ, അയ്യോ ഞാനിപ്പോ പ്രസവിക്കേ, അയ്യോ അയ്യോ. ചില ട്രോളുകളൊക്കെ വന്നിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാ അഖിലേട്ടനാ. എൻ്റെ പൊന്നെ, ഇത്രയും അറിവുള്ള, ഇത്രയും ഇപ്പം പ്രസവത്തിനെയൊക്കെ കുറിച്ച് നല്ലോണം അറിയാവുന്ന ഒരു ജ്ഞാന വ്യക്തി, ആ ഒരു വ്യക്തി വിദ്യാഭ്യാസ മന്ത്രിയല്ല. അതൊക്കെ പോകാൻ പറയാ. അഖിലേട്ടനെ പറ്റിയത് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാവണം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആരോഗ്യവകുപ്പ് പോയി, വിദ്യാഭ്യാസവും പോയി, എല്ലാം പോയി, ചക്കയും പോയി, മാങ്ങയും പോയി, പ്രസവം പോയി, എല്ലാം പോയി. എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എല്ലാം പോയി. അയ്യോ, ഇയാളറിയോ? ആരാ? ചക്ക ചേച്ചി. ചക്ക ഇല്ലയോ താമര ഇല്ലയോ ചക്ക ഇങ്ങനെ വെട്ടി ഇങ്ങനെ പൊളന്ന് വെച്ച താമരണക്കിരി. നീ വല്ല പ്ലാവിന്റെ മണ്ടയിലും കയറി വല്ല ചക്കയും പറിച്ച് പുഴുങ്ങി തിന്നോണ്ടിരിക്കും. അതാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അതാണ് വായ്ത്താളത്തിന് ഒരു കുറവുമില്ല.